എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാർ സെക്കൻഡ് ലെവലും കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ആ പ്രിസണിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ആ പെയ്ഡ് ഷിനോബി പെണ്ണിനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കുറ്റബോധം. അവൾ ക്യാഷ് വാങ്ങി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന രണ്ടുപേരെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ഉടനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ലേഡി അവളെ ആശ്വസിപ്പിക്കും. എനിക്കറിയാം നിന്റെ സർവൈവലിന് വേണ്ടിയാണ് നീ അത് ചെയ്തതെന്ന്. അതിന് അവളാണെങ്കിൽ ടെൻഷനായി അവളോട് ദേഷ്യപ്പെടും. ഉടനെ സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് ശ്രമിക്കും. അതിൽ കൺട്രോൾ പോയ ആ പെയ്ഡ് ഷിനോബി പെണ്ണ് അവനെ അട്ടിച്ച് വീഴ്ത്തുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ടെൻഷനായി അവരോട് പറയും, നമ്മളിപ്പോൾ പരസ്പരം ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നടന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി നടന്നതാണ്. അതിനെക്കുറിച്ച് തന്നെ വെറുതെ പറഞ്ഞിട്ടോ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. നമ്മൾ ഇനിയും മുൻപോട്ടേക്ക് പോകണം. പരസ്പരം തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി ഒന്നിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയുള്ളൂ എന്ന് പറയും. അതിനാൽ ലീഫ് ഷിനോബി ആണെങ്കിൽ ആ പെയ്ഡ് ഷിനോബി ലേഡിക്ക് നേരെ അങ്ങനെ ടേൺ ചെയ്യാണ്. നീ പണത്തിനു വേണ്ടിയാണ് രണ്ടുപേരെ കൊന്നത്, അതെനിക്ക് ക്ഷമിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവനവൻ്റെ കയ്യിൽ പവർ ചെയ്യാനായിട്ട് തുടങ്ങും. അതിനവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് ചിരിച്ച്, ഓ നിന്റെ കയ്യിൽ മാത്രമേ പവറുള്ളോ, എൻ്റെ പവർ അത് നിനക്ക് കാണണമെന്ന് ചോദിക്കും. കാര്യങ്ങൾ വഷളാവുന്നെന്ന് മനസ്സിലാക്കിയ അതിലെ ഒരു പെൺകുട്ടി അവളാണെങ്കിൽ അവളുടെ മുടി കാണിച്ചിട്ട് പറയും, ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് കളർ ചെയ്യുക എന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ ഫാമിലിയെ പേടിച്ച് ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് നല്ല കറേജ് ഒക്കെ വന്നു. തീർച്ചയായിട്ടും പുറത്തെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുക എൻ്റെ ഹെയർ കളർ ചെയ്യുക എന്ന കാര്യമായിരിക്കും. ബൊറൂട്ടോ, നിന്റെ ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? നീ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ ജീവിക്കണേ? അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പം നേരം അങ്ങനെ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് നിൽക്കുകയാണ്. അവനങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ട് ഇപ്പോൾ ബാക്കിയുള്ളവരും പ്രശ്നങ്ങളൊക്കെ മറന്ന് അവരുടെ ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. ബൊറൂട്ടോ പറയും, സാസുക എന്ന് പറയുന്ന എൻ്റെ മാസ്റ്റർ, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ റോൾ മോഡലായിട്ട് കണ്ടിരിക്കുന്നത് അദ്ദേഹത്തെയാണെന്ന് പറയും. അത് കേട്ട ജോൺ ഷിനോബി ആണെങ്കിൽ ഒരു ഫോട്ടോ കാണിക്കും. ഇതെൻ്റെ ഗ്രാൻഡ്മയാണ്, ആക്ച്വലി ഇവർക്ക് വേണ്ടിയാണ് ഞാനും ജീവിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയം ആ മൊട്ട അവൻ്റെ കയ്യിലുള്ള ടാറ്റു കാണിച്ചു കൊടുക്കും. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വലിയൊരു കൊലപാതകയായിരുന്നു. ഒരുപാട് പേരെ കൊന്ന് അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടിച്ചു മാറ്റി. പക്ഷേ എൻ്റെ വളരെ മോശം കാലഘട്ടത്തിൽ എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ആ സമയം ഒരു പ്രീസ്റ്റ് എൻ്റെ അരികിലേക്ക് വന്നു. അവളുടെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് എനിക്ക് നേരെ നീട്ടി. പക്ഷെ ഞാനാണെങ്കിൽ ആ ഭക്ഷണം മുഴുവനായിട്ട് സ്വന്തമാക്കാൻ ആൾക്ക് നേരെ കത്തി വലിച്ചു നീട്ടി താഞ്ഞു വീശി. പക്ഷേ ആളുടെ കണ്ണുകളിലെ ആ ഒരു പ്രകാശം അത് എന്നെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. പിന്നീട് പതിയെ അദ്ദേഹം എന്നെ മാറ്റിയെടുത്തു. ഞാൻ ഒരു നല്ല പാതയിലേക്ക് വന്നു എന്ന് പറയും. അതിനുശേഷം ആ ഒരു റിച്ച് മാൻ ആള് പറയും, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. എൻ്റെ ക്ലയൻസിനെ ഹാപ്പി ആക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഏക ലക്ഷ്യം. ഈ പെട്ടിയിൽ കുറച്ച് പണമാണ്, അതെൻ്റെ ക്ലയന്റിന് കൃത്യമായിട്ട് എത്തിക്കണം. ഉടനെ ആ പെയ്ഡ് ലേഡി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ ആ പണപ്പെട്ടി അത് എനിക്കതായോ, ഞാൻ സേഫ് ആയിട്ട് പിടിക്കാമെന്ന് പറയും. പക്ഷെ ആളാണെങ്കിൽ അത് കൊടുക്കാതെ അങ്ങനെ ആളുടെ കയ്യിൽ തന്നെ മുറുക്കെ പിടിക്കും. അപ്പൊ ആ മുടി നീട്ടിയ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ പെയ്ഡ് പെൺകുട്ടിയോട് ചോദിക്കും, സത്യത്തിൽ നിനക്ക് പണത്തിനോട് എന്തിനാ ഇത്ര ആർത്തി? ഇത്രയും പണം ഉപയോഗിച്ച് എന്ത് ചെയ്യാനാ നീ ആഗ്രഹിക്കണേ? അതിനവള് പറയും, എനിക്ക് ഒരുപാട് പണം ആവശ്യമാണ്. ആ പണമൊക്കെ ഉപയോഗിച്ച് എനിക്ക് എൻ്റെതായ ഒരു ഐലാൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. അവിടെ ഞാൻ മാത്രം ഹാപ്പി ആയിട്ട് ജീവിക്കും. അത് കേട്ട് ഇപ്പം ആ ലീഫ് ഷിനോബി അവൻ പറയും, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗ്രാമത്തിലേക്ക് തിരികെ പോയി ആ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കുക എന്നതാണ്. അങ്ങനെ ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ക്യാഷ്വലായി സംസാരിക്കുമ്പോഴായിരിക്കും ആ അപ്പാപ്പം വീണ്ടും അവിടേക്ക് വന്ന് അടുത്ത സ്ക്രോൾ എടുക്കാനായിട്ട് പറയുക. വേറെ വഴിയില്ലാതെ ആ ലീഫ് ഷിനോബി ഇപ്പോൾ ഒരു സ്ക്രോൾ കയ്യിലെടുക്കും. അതിനകത്ത് പ്രഷർ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഞൊടിയിടയിൽ അവരാണെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ടെലിപ്പോർട്ടായി മാറും. കട്ട് ചെയ്ത ഇവിടെ സാറഡ അവൾ തിരികെ ലീഫ് വില്ലേജിലേക്ക് എത്തും. കവാക്കിയാണെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബൊറൂട്ടോ ആയിട്ട് തിരികെ എത്തുന്നുള്ള പ്രതീക്ഷയിൽ അവനങ്ങനെ കാത്തു നിൽക്കും. സാറഡയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കവാക്കിയുടെ അടുത്തേക്ക് വന്ന് പറയും, ബൊറൂട്ടോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മെയ്റ്റ്സുക ഇപ്പോഴും അവനെ അന്വേഷിക്കുകയാണ്. ലാസ്റ്റായി ബൊറൂട്ടോ ഒരു തണ്ടർ ട്രെയിനിൽ ട്രാവൽ ചെയ്തു. അതിൽ ട്രാവൽ ചെയ്തവരുടെ ലിസ്റ്റാണിത്. ഇതുപയോഗിച്ച് എന്തെങ്കിലും നമുക്ക് കണ്ടെത്താനാവുമെന്ന് പറഞ്ഞ് അവരങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ ആണ് ടീം. അവരാണെങ്കിൽ ആ ഇരുട്ട് റൂമിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഉടനെ അതിലുണ്ടായിരുന്ന ഒരുത്തൻ ഒരു സ്വിച്ച് അത് ഓൺ ചെയ്യും. അടുത്ത നിമിഷം അതിന്റെ ആ റൂഫ് പോർഷൻ അവരെ നോക്കി താഴ്ന്ന് വരികയാണ്. കാര്യം കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കിയ ആ ഹെയർ പെണ്ണാണെങ്കിൽ ഇപ്പൊ അവളുടെ പവർ ഉപയോഗിച്ച് നല്ല പ്രഷർ കൊടുത്ത് ആ ഒരു സീലിങ്ങിനെ അങ്ങനെ പിടിച്ചു നിർത്തും. പക്ഷെ അല്പസമയം കഴിഞ്ഞ് അവളുടെ ആ പവറും ബ്രേക്കായി പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ റെസർ കണ്ട് ഉപയോഗിച്ച് നോക്കും, അതും വിലപ്പോവില്ല. അവരാണെങ്കിൽ ചുറ്റും നോക്കും, 6 സ്വിച്ച് മൊത്തത്തിൽ ആ റൂമിന് ചുറ്റുമുണ്ട്. ബൊറൂട്ടോ ആണെങ്കിൽ അടുത്ത സ്വിച്ച് ഇടും. ഉടനെ സ്പൈക്ക് രീതിയിൽ എന്തോ ഒന്ന് റൂമിൽ ക്രിയേറ്റ് ആവും. അതിന് പിന്നാലെ ഓരോരുത്തരായിട്ട് ഓരോരോ സ്വിച്ച് ഇട്ട് നോക്കുകയാണ്.
ബ്ലേഡ്, സ്ട്രോങ് വിൻഡ്, അങ്ങനെ ബാഡ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവസാനത്തെ സ്വിച്ച് ഇടുമ്പോൾ അതെല്ലാം മാറി പുറത്തേക്ക് പോകാനുള്ള ഒരു പാസേജ് തന്നെ തുറന്നു വരും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് കുഴി പോലെ എന്തോ ഒന്ന് കാണുകയാണ്. ആ ഭാഗത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് ബൊറൂട്ടോ പറയും. ജോൺ ഷിനോബി ആണെങ്കിൽ ഒരു സ്പേസിലേക്ക് ഓടി കയറുകയാണ്. അപ്പോൾ വേറൊരുത്തിന് ഓപ്പോസിറ്റ് വന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ പ്രിസണർ അവനാണെങ്കിൽ അവന്റെ ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും താഴെയിട്ട് ഒരു സ്പേസിൽ കയറി അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പൊ സ്പേസിന് വേണ്ടി പരസ്പരം ഇടികൂടി അവസാനമായിട്ട് ബൊറൂട്ടോയും ഒരു പെണ്ണും ബാക്കിയാവും. ബൊറൂട്ടോ ആണെങ്കിൽ ആ പെണ്ണിനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നമ്മൾ സേഫ് ആവും, ഏതെങ്കിലും ഒരു സ്പേസിൽ നമുക്കും കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് അവശേഷിക്കുന്ന ഒരു സ്പേസ് അത് ബൊറൂട്ടോയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു നിമിഷം അവർക്ക് മറ്റൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോ വെള്ളം ചീറ്റി അടിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പവറൊക്കെ ഉപയോഗിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. വെള്ളം പോയതിനു ശേഷം അവൻ ചുറ്റും നോക്കും. ആ ലീഫ് ഷിനോബിയും റോക്ക് ഷിനോബിയും സ്റ്റോൺ ഷിനോബിയും അവർക്കും ഇതുവരെ സ്പേസ് കിട്ടിയിട്ടില്ല. ബൊറൂട്ടോ ആണെങ്കിൽ താഴേക്ക് നോക്കുകയാണ്. കാരണം താഴെ ഏതോ ഒരു സ്പേസ് ഉണ്ട്. അവരുടെ ആ ഫ്ലോറിലുണ്ടായിരുന്ന വെള്ളം അത് ഡ്രെയിനായി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എവിടെയോ ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ് ബൊറൂട്ടോയും ലീഫ് ഷിനോബിയും ഫയറും കണ്ണും ഉപയോഗിച്ച് നിലത്താഞ്ഞടിക്കും. പക്ഷെ അത് തകരില്ല. ബൊറൂട്ടോ ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ആ റൂഫ് അതങ്ങനെ സ്പീഡിൽ താഴേക്ക് വരികയാണ്. ഉള്ള 5 പേരും അവരുടെ ഓരോരോ പവർ ഉപയോഗിച്ച് ഫ്ലോറിൽ അറിഞ്ചം ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങും. അവർ ഒരുപാട് നേരം ഫ്ലോറിൽ ഇടിച്ചതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ക്രാക്ക് അതങ്ങനെ ഫോം ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ പെയ്ഡ് ലേഡി അവളാണെങ്കിൽ നമ്മുടെ മുടിപ്പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ റിച്ച് മാൻ ആണെങ്കിൽ പെയ്ഡ് പെണ്ണിനോട് പറയും, നിനക്ക് പണം വേണമെങ്കിൽ തീർച്ചയായിട്ടും അവളെ കൊന്നു കളയണം. മുടിപ്പെണ്ണാണെങ്കിൽ പേടിച്ച് അങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. അതിന് ആ പെയ്ഡ് പെണ്ണ് പറയും, എനിക്ക് പണം ആവശ്യമാണ്, വലിയൊരു ഐലാൻഡ് അതെനിക്ക് ക്രിയേറ്റ് ചെയ്യണം, എൻ്റെ സ്വപ്നങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ വരികയാണ്. ആ പെയ്ഡ് ഷിനോബി ലേഡിയാണെങ്കിൽ ആ മുടിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അത് കണ്ട് ബൊറൂട്ടോയുടെ കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ, ഇത്രയൊക്കെ നടന്നിട്ടും നിനക്ക് ഇതുവരെ ഒന്നും മതിയായില്ലേ? ഓൾറെഡി നമുക്കിടയിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു, നീ തന്നെ നമുക്കിടയിലുള്ളവരെ കൊന്നു കളഞ്ഞു. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്. നമ്മൾ പരസ്പരം കൊന്നും ചാവും കൊല്ലുകയും മരിക്കുമ്പോഴും ചെയ്യുന്നത് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുക എന്നത് മാത്രമാണ്. അല്ലാതെ മറ്റാർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കാരണവശാലും നമുക്ക് നേരെ നമ്മൾ തന്നെ തിരിയാനായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും ആ വില്ലനെ അവനെ തോൽപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കണം. ഇത് കേട്ട പെയ്ഡ് ലേഡി ഷിനോബി അവളുടെ മനസ്സും ഇപ്പൊ ചേഞ്ച് ആവുകയാണ്. അവളിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ചേരുകയാണെന്ന് പറഞ്ഞ് അവൾ അവളുടെ സെൻസിങ് പവർ അതുപയോഗിച്ച് ആ ഫ്ലോർ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ അവളോട് നീ എന്താ ചെയ്യണേ ചോദിക്കും. അതിന് അവൾ പറയും, ഞാനൊരു സെൻസറി ടൈപ്പ് നിഞ്ചയാണ്, എന്നെ കൊണ്ട് ഈ ഫ്ലോറിന്റെ വീക്ക് പോയിന്റ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ഈ ബേസിന്റെ സ്ട്രോങ് പോയിന്റിൽ ആഞ്ഞടിച്ചിട്ട് യാതൊരു യൂസും ഇല്ല. ഇതിന്റെ വീക്ക് പോയിന്റ് കണ്ടെത്തി അവിടെ അടിക്കണം, എന്നാൽ മാത്രമേ ഇത് തകർത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അത് കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒരാശ്വാസമൊക്കെ തോന്നും. മുകൾ ഭാഗമാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലോസ് എത്തേണ്ട താമസം ആ പെൺകുട്ടി കറക്റ്റായിട്ട് വീക്ക് പോയിന്റ് കണ്ടെത്തും. ബൊറൂട്ടോ അവന്റെ റെസർഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് ഒരു ഒറ്റ അടി. ആ ഒരു അടിയിൽ ആ ഒരു ഫ്ലോറിന്റെ വീക്ക് പോയിന്റ് തകർന്ന് അവിടെ വലിയൊരു കുഴി തന്നെ ഫോം ആവുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിലൂടെ താഴേക്ക് ചാടും. ആ ഒരു മേൽക്കൂര അതങ്ങനെ ക്ലോസ് ആവും. ബൊറൂട്ടോയ്ക്കും ടീമിനും ആണെങ്കിൽ ഭയങ്കര ആശ്വാസം. ഹാവു, അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഈ ഒരു മിഷനും കടന്നു. ഇതാ മറ്റൊരു ഭാഗത്ത് ആ റിച്ച് മാൻ അവനാണെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവന്റെ ആ പെട്ടി ഓപ്പൺ ചെയ്യും. അതിൽ അവൻ പറഞ്ഞതുപോലെ പണമൊന്നുമില്ല. എൻ്റെ ഫാമിലിയുടെ ഒരു ഫോട്ടോയും കുറച്ച് വെള്ളവും മാത്രമാണ് ആ പെട്ടിക്കകത്തുള്ളത്. അതേസമയം ആ പെയ്ഡ് ലേഡി ഷിനോബി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് പറയും, ഇതെനിക്ക് നമ്മളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളിൽ ഒരാൾ, നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ പേര് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവൻ ഞെട്ടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കൊവാക്കയും സാറുടെയും അവരാണെങ്കിൽ ആ ലിസ്റ്റ് വെച്ച് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാണ്. അപ്പോൾ കൊവാക്കി ആണെങ്കിൽ ഒരാളുടെ പ്രൊഫൈൽ കണ്ട് ഷോക്ക് ആവുകയാണ്. ഇവനെ നിനക്ക് ഓർമ്മയില്ലേ, ഇവൻ ആ കാറ ടീമിലെ ഒരു മെമ്പറാണെന്ന് പറയും. സാറുടെ ആണെങ്കിൽ അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എടുക്കും. അത് മറ്റാരുമല്ല ലീവ് ഷിനോബിയാണെന്ന് പറഞ്ഞ് തണ്ടർ ട്രെയിനിൽ കയറി ഇപ്പോൾ നമ്മളുടെ ആൾക്കാരുടെ കൂടെയുള്ള അതേ ആള് തന്നെ. അവനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.